അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്രാൻസ്ഫോമറിലെ ക്വസ്റ്റ്യൻസ്, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ട്രാൻസ്ഫോമറിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളും കൂടി പറയുന്നത്. അപ്പോൾ ഒരു റിവിഷൻ പോലെ നമുക്ക് ആ ട്രാൻസ്ഫോമറിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വളരെ ചെറിയ ടോപ്പിക്കേ നമുക്ക് ട്രാൻസ്ഫോമറുമായിട്ട് വരുന്നുള്ളൂ, അതായത് ചെറിയ സിലബസ് വരുന്നുള്ളൂ. നമ്മളെ സിലബസ് നോക്കി കഴിഞ്ഞാൽ 2 മാർക്കും അതുപോലെ തന്നെ കുറഞ്ഞ മാർക്കേ ഉള്ളൂ. പക്ഷെ ആ തന്ന ടോപ്പിക്കിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതും കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. കുറച്ചും കൂടി ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. എ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് can raise and lower the frequency, can raise and lower the voltage, can raise and lower the speed, can raise and lower the power എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ട്രാൻസ്ഫോമറിന്റെ കേസിൽ വരികയാണെങ്കിൽ, ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. ആ സ്റ്റാറ്റിക് ഡിവൈസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫ്രീക്വൻസിയുടെ കേസിലും സ്പീഡിന്റെ കേസിലും പവറിന്റെ കേസിലും ട്രാൻസ്ഫോമറിനൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓപ്ഷന്റെ പ്രകാരം ഏതാ ഓപ്ഷൻ വരുന്നത്? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും അല്ലെ? ഓപ്ഷൻ ബിയിൽ എന്താ പറയുന്നത്? ക്യാൻ റൈസ് ആൻഡ് ലോവർ ദ വോൾട്ടേജ് എന്നാ പറഞ്ഞത്. ക്യാൻ റൈസ് ആൻഡ് ലോവർ ദ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്രീക്വൻസിയുടെ കേസ് വരികയാണെങ്കിൽ ട്രാൻസ്ഫോമറുമായിട്ട് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ഇല്ല. കാരണം ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വോൾട്ടേജും പ്രൈമറി ഫ്രീക്വൻസിയും സെക്കൻഡറി ഫ്രീക്വൻസി എന്താണ്? സെയിം ആണ്. അപ്പൊ റൈസ് ആൻഡ് ലോവർ എന്ന് പറയുന്ന ടൈം അതിൽ വരുന്നില്ല. പിന്നെ വോൾട്ടേജ് നമ്മൾ പറഞ്ഞ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് വോൾട്ടേജ് ആണ്. കാരണം ട്രാൻസ്ഫോമർ ശരിക്കും ഉപയോഗിക്കുന്ന തന്നെ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്ന പ്രോപ്പർട്ടിയാണ്. അതായത് ഒന്നെങ്കിൽ റൈസ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലോവർ ചെയ്യാം, വോൾട്ടേജ് കുറയ്ക്കാം കൂട്ടാം എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഈ ഒരു സ്പീഡിന്റെ കേസിലാണ് പറഞ്ഞത്. ട്രാൻസ്ഫോമറിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്, അവിടെ അതിന് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നീട് പറയുന്നത് പവർ ആണ്. പവർ എന്ന് പറയുന്നതും ട്രാൻസ്ഫോമറിന് നേരത്തെ ഫ്രീക്വൻസി പറഞ്ഞ പോലെ തന്നെ പവറും കോൺസ്റ്റന്റ് ആണ്. അത് ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഔട്ട്പുട്ട് പവർ ആണെന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ആൻസർ വരുന്നത് ക്യാൻ റൈസ് ആൻഡ് ലോവർ ദ വോൾട്ടേജ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ കുറച്ച് കേസ് നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അവിടെ നോക്കുന്നത് കുറച്ച് പോയിന്റ്സ് ആണ് നോക്കുന്നത്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. സ്റ്റാറ്റിക് ഡിവൈസ് എന്ന് പറയാനുള്ള കാരണം ട്രാൻസ്ഫോമറിന് റൊട്ടേറ്റിംഗ് പാർട്സ് ഇല്ലാത്തത് കൊണ്ടാണ് ട്രാൻസ്ഫോമറിന് എന്ത് പറയുന്നത്? ഒരു സ്റ്റാറ്റിക് ഡിവൈസ് എന്നോ സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ മെഷീൻ എന്നൊക്കെ പറയുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ AC മെഷീൻ എന്നോ സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ മെഷീൻ എന്നൊക്കെ പറയാൻ കാരണം റൊട്ടേറ്റിംഗ് പാർട്സ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ട്രാൻസ്ഫോമർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ട്രാൻസ്ഫോം എനർജി വൺ സർക്യൂട്ട് ടു അനദർ. ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക്കൽ എനർജി മറ്റൊരു സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഇല്ലാതെ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോമറുകൾ യൂസ് ചെയ്യുന്നത്. അവിടെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഇല്ലാതെ ചെയ്യുമ്പോൾ ഫ്രീക്വൻസിയിൽ അതുപോലെ തന്നെ പവറിലും ചേഞ്ച് വരുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വോൾട്ടേജ്. നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ? ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വോൾട്ടേജ് വിത്ത് കറസ്പോണ്ടിങ് ഡിക്രീസ് ആൻഡ് ഇൻക്രീസ് ഓഫ് ദ കറന്റ് അറ്റ് കോൺസ്റ്റന്റ് പവർ എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ വോൾട്ടേജിന് ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ വോൾട്ടേജ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഈ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കറന്റ് ഡിക്രീസ് ചെയ്യുന്നു. കറന്റിന് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് സംഭവിക്കുന്നു. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കറന്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറന്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് അതിന് കാരണം എന്താണ്? പവർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് പവറിൽ നിന്നുകൊണ്ടാണ് എന്നത് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യുന്നതും വോൾട്ടേജിനെ ഡിക്രീസ് ചെയ്യുന്നതും. അപ്പൊ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അറിയാം. ഈ P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? പവർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് കറന്റ് എന്ത് ചെയ്യണം? കുറയേണ്ടി വരും അല്ലെ? കറന്റ് കുറയേണ്ടി വരും. അപ്പൊ ആ ഒരു ഇക്വേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൺസ്റ്റന്റ് പവർ ഇത് വെച്ചിട്ട് വരുന്നത്, കോൺസ്റ്റന്റ് പവർ ആയിട്ട് വരുന്നത്. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് വോൾട്ടേജ് കറസ്പോണ്ടിങ് ടു ദ ഡിക്രീസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ കറന്റ് അറ്റ് കോൺസ്റ്റന്റ് പവറിലായിരിക്കും നടക്കുന്നത്. അപ്പൊ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ പവറും എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ഇനി അതിന്റെ ട്രാൻസ്ഫോമറിന്റെ ബേസിക് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിന്റെ ബേസിക് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. 2 മ്യൂച്വലി കപ്പിൾഡ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് കോയിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കലി ഒരു കണക്ഷൻ ഇല്ലാത്ത 2 കോയിൽസ് തമ്മിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി നടന്നിട്ടാണ് അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. പിന്നെ അത് നമുക്ക് പറയാം ഈ ഇൻഡക്റ്റീവ് കോയിൽസ് ആർ ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആണ്. മാഗ്നറ്റിക്കൽ എന്താണ്? ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ലോ റിലക്റ്റൻസ് പാത്ത് ആണ് അതിൽ ഉണ്ടായിരിക്കുക. ഏതാണ്? ഈ ഒരു 2 കോയിലും തമ്മിലുള്ള പാത്ത് എന്ന് പറയുന്നത് ലോ റിലക്റ്റൻസ് പാത്ത് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോ റിലക്റ്റൻസ് പാത്ത് ആയിരിക്കും. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ
മാഗ്നറ്റിസത്തിന്റെ ടൈം വരുമ്പോൾ റെസിസ്റ്റൻസിനോട് ഈക്വൽ ആയിട്ട് വരുന്ന ടൈമാണ് എന്ത് ചെയ്യുന്നത് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന ടൈമിനെയാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിലക്റ്റൻസിന്റെ പാത്ത് എന്തായിരിക്കണം? ലോ റിലക്റ്റൻസ് പാത്ത് ആയിരിക്കണം. ലോ റിലക്റ്റൻസ് ആകുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, അവിടെ ഉണ്ടാവുന്ന അതായത് പ്രൈമറി സൈഡിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുള്ളൂ, സെക്കൻഡറി സൈഡിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ സെക്കൻഡറി സൈഡിലേക്ക് എന്ത് ചെയ്യും, പൂർണ്ണമായിട്ടും എത്തുള്ളൂ. അവിടെ നമുക്ക് ഹൈ റിലക്റ്റൻസ് ഉള്ള ഒരു പാത്താണെങ്കിൽ എന്ത് സംഭവിക്കുക, അതായത് ലോസ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഇല്ലാതെ പൂർണ്ണമായിട്ടും സെക്കൻഡറിയിലേക്ക് എത്തണം എന്ത് വേണം, ലോ റിലക്റ്റൻസ് പാത്ത് ആയിരിക്കണം. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ ഈ പോയിന്റുകൾ നോക്കി വെച്ചാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ, ലോ റിലക്റ്റൻസ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ എന്താണ് നോ റൊട്ടേറ്റിംഗ് പാർട്സ്, പിന്നെ ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ് വോൾട്ടേജ്. ഇനി അടുത്തത് 2 ടൈപ്പ് വൈൻഡിങ് ആണ് ഒരു ട്രാൻസ്ഫോമറിലുള്ളത്, പ്രൈമറി വൈൻഡിങ്ങും അതുപോലെ തന്നെ സെക്കൻഡറി വൈൻഡിങ്. 2 ടൈപ്പ് വൈൻഡിങ്, പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡറി വൈൻഡിങ് എന്നുള്ളത്. ഈ 2 വൈൻഡിങ്ങിലും എ സി കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന സൈഡിനെ നമ്മൾ എന്ത് പറയുന്നു, പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നു. ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്ന സൈഡിനെ പറയുന്നത് സെക്കൻഡറി എന്നാണ് പറയുന്നത്. ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന സൈഡിനെ പ്രൈമറി എന്നും ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്ന സൈഡിനെ വിളിക്കുന്നത് സെക്കൻഡറി ആണ്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ട്രാൻസ്ഫോമറിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റൈസ് ഓർ ലോവർ ദ വോൾട്ടേജ്, റൈസ് ഓർ ലോവർ ദ വോൾട്ടേജ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A transformer can transform എന്ന് ചോദിച്ചിട്ടുള്ളത്, ട്രാൻസ്ഫോം എന്ന് ചോദിച്ചിട്ടുള്ളത് കറന്റ്, വോൾട്ടേജ് ആൻഡ് കറന്റ്, ഫ്രീക്വൻസി, വോൾട്ടേജ്. കറന്റ് ഉണ്ട്, വോൾട്ടേജ് ആൻഡ് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട്, വോൾട്ടേജും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കറന്റ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. കാരണം വോൾട്ടേജിന് മാത്രമാണ് നമ്മൾ പറയുന്നത്, വോൾട്ടേജിന് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്നാണ് പറയുന്നത്, അതായത് വോൾട്ടേജ് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത്, അല്ലെങ്കിൽ ആ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, വോൾട്ടേജിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത്, അതായത് വോൾട്ടേജിന് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പറഞ്ഞു എന്താണ്, അതിന് തന്നെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കറന്റിൽ മാറ്റം വരുന്നുണ്ട്. അപ്പൊ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, രണ്ടും പറയാം, ബോത്ത് വോൾട്ടേജ് ആൻഡ് കറന്റ് എന്നാണ്. അപ്പൊ കറന്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് ബോത്ത് ബി ആൻഡ് സി, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ വേറെ പ്രകാരം തന്നാൽ മതി. കറന്റേയും വോൾട്ടേജ് ബി ആൻഡ് തന്നിട്ട് ബോത്ത് ബി ആൻഡ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് വോൾട്ടേജ്, നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പഠിക്കുന്നത് വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ട്രാൻസ്ഫോമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടിന്റെയും കൺവേർഷൻ നടക്കുന്നുണ്ട്, കറന്റിന്റെയും വോൾട്ടേജിന്റെയും കൺവേർഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഫ്രീക്വൻസി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിൽ വരാത്ത ഫ്രീക്വൻസി സെയിം ആണ്. ഇൻപുട്ട് ഫ്രീക്വൻസി എത്രയാണോ അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഉണ്ടായിരിക്കാം. എ ട്രാൻസ്ഫോമർ വിൽ വർക്ക് ഓൺ ഡാഷ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രാൻസ്ഫോമർ വിൽ വർക്ക് ഓൺ ഡാഷ്. ഏതിലാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്, എ സിയിലാണോ? എ സിയിലാണ് അല്ലെ, എ സിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഡി സിയിൽ എന്ത് ചെയ്യില്ല. ഏതാണ് ഈ ട്രാൻസ്ഫോമർ ക്യാൻ ട്രാൻസ്ഫോം എന്നാണോ ക്വസ്റ്റ്യൻ ആണോ? ഇല്ല, പവർ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ പവർ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ആണ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ വരുന്നത്. അത് വോൾട്ടേജും കറന്റും ട്രാൻസ്ഫോം ചെയ്യുന്നോണ്ടല്ലേ പവർ വരുന്നത്, ഈക്വൽ ആയിട്ട് പവർ. ഇല്ല പറ്റില്ല. വോൾട്ടേജ് ആൻഡ് കറന്റ് തന്നെയാണ് ഇത് ചേഞ്ച് വരുന്നത്, വോൾട്ടേജിനും കറന്റിനും അല്ലേ. അതായത് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് വരുത്താന്ന് പറഞ്ഞാൽ വോൾട്ടേജിനും കറന്റിനും അല്ലേ ഉള്ളൂ. പവറിലും ചേഞ്ച് വരുന്നില്ല, ഫ്രീക്വൻസിയിലും ചേഞ്ച് വരുന്നില്ല. അവിടെ ചേഞ്ച് വരുന്നത് എന്തിനു മാത്രമേ ഉള്ളൂ, കറന്റും വോൾട്ടേജും മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആൻസർ വോൾട്ടേജും കറന്റും രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ള രീതിയിലാക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഇത് നമുക്കറിയാം എ സിയിലാണ് അല്ലെ. എ സിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുള്ളൂ. എന്തുകൊണ്ട് എ സിയിൽ വർക്ക് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ. അതായത് എ സി സപ്ലൈക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആൾട്ടർനേറ്റീവ് കറന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫറെന്റ്, അത് ഓരോ ടൈം ഇൻസ്റ്റന്റിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ചേഞ്ച്, അതായത് ഒരു വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് ആർക്ക് മാത്രമാണ്, എ സി സപ്ലൈക്കാണ് വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരു വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ടാണ്, അതായത് ഡി സിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്, 0 ഹെർട്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഒരു വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡി സി സപ്ലൈയിൽ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്തത് ഡി സി സപ്ലൈയിൽ വർക്ക് ചെയ്തതിന്റെ കാരണം എന്ന് പറയുന്നത് അതിന് വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പൊ വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കില്ല, അതിനെ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമ്മളിപ്പോ ഒരു കണ്ടക്ടർ ഒരു വസ്തു പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നെങ്കിൽ കണ്ടക്ടറിന് മൂവ്മെന്റ് ഉണ്ടാവണം, EMF ഇൻഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കണ്ടക്ടറിന് മൂവ്മെന്റ് ഉണ്ടാവണം, അല്ല എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് മൂവ്മെന്റ് ഉണ്ടാവണം. അപ്പൊ ഇവിടെ സാധാരണ എ സി കൊടുക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സിന് മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. കാരണം എന്താണെന്നുണ്ട്, ഇവിടെ ആൾട്ടർനേറ്റീവ് കറന്റ് ആണ് കൊടുക്കുന്നത്. ആൾട്ടർനേറ്റീവ് കൊടുക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവും നെഗറ്റീവും മാറി വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും,
ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് വേരിയേഷൻ സംഭവിക്കും. എന്നാൽ ഡി സി കൊടുക്കുമ്പോൾ എന്തുണ്ടാ, മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതിന് ഒരു സ്റ്റഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് വേരിയേഷൻ സംഭവിക്കില്ല. മാഗ്നറ്റിക് ഫ്ലക്സിൽ വേരിയേഷൻ സംഭവിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യില്ല, അവിടെ ആ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഡി സി ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണ്ടിയിരുന്നു, ആ ഒരു കണ്ടക്ടർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തിരുന്നു. ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് കണ്ടക്ടർ എന്താണ് അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന വസ്തു ആവുകൊണ്ട് അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. ഡി സിയിൽ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യില്ല. അപ്പൊ ഇതിന് ആൻസർ എന്ന് പറയുന്നത് എ സി ഓൺലി, എ സിയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ യൂഷ്വലി കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരിക്കും എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇലക്ട്രിക്കൽ മെഷീൻസിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കാണിക്കുന്ന മെഷീനാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ മെഷീൻസിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കാണിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് ഏതാണ്, ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ എബോ 90% എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസറോ അല്ലെങ്കിൽ 95 to 98%, 99% എന്നൊക്കെ പറഞ്ഞിട്ട് ആൻസറോ, ഈ 90% മീതേക്ക് ഒരു വാല്യൂ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ആൻസർ എഴുതേണ്ടത് ആ ഒരു വാല്യൂ ആണ്. കാരണം ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 99% വരെ എഫിഷ്യൻസി പറയുന്ന ട്രാൻസ്ഫോമറുകളുണ്ട്. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ മെഷീനാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എബോവ് 90% ആയിരിക്കും. 95% എന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല തവണ പല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. എബോവ് 90% വന്നിട്ടുണ്ട്, 92 to 95% വന്നിട്ടുണ്ട്, 95% ഉണ്ട്, 95 to 98%. കുറെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ എഫിഷ്യൻസി പല ക്വസ്റ്റ്യൻ പേപ്പറിലും പലതായിട്ട്. പക്ഷെ ഒരൊറ്റ കാര്യം ആലോചിച്ച് വെച്ചാൽ മതി, എബോവ് 90% വരികയാണെങ്കിൽ അത് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ആണ്. അല്ലെങ്കിൽ അതിൽ ഏറ്റവും ഹയർ ആയിട്ടുള്ള വാല്യൂ 100% ഒരിക്കലും കൊടുക്കരുത്. ഹയർ വാല്യൂ ഏതാണോ കാണിക്കുന്നത് അത് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ആയിട്ട് എന്ത് ചെയ്യാം, കൊടുത്താൽ മതി. എബോവ് 90% എന്നുള്ള രീതിയിൽ വരുന്ന വാല്യൂസ് കൊടുത്താൽ മതി. അവിടെ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക, ഇനി അഥവാ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ മെഷീനുകളിൽ ഏറ്റവും എഫിഷ്യൻസി കാണിക്കുന്ന ഇലക്ട്രിക്കൽ മെഷീൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. ഇലക്ട്രിക്കൽ എഫിഷ്യൻസി കാണിക്കുന്ന ഇലക്ട്രിക്കൽ മെഷീൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. കാരണം റൊട്ടേറ്റിംഗ് പാർട്ട് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കാണിക്കുന്നത്. ലോസിന്റെ കാര്യത്തിൽ കുറവാണ് ട്രാൻസ്ഫോമറിന്. സാധാരണ ഇലക്ട്രിക്കൽ മെഷീൻസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, മറ്റുള്ള ഇലക്ട്രിക്കൽ മെഷീൻസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലോസ് കുറവാണ്. അതുകൊണ്ട് ഹൈലി എഫിഷ്യന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ടു ട്രാൻസ്ഫോം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറന്റ് അറ്റ് ഫിക്സഡ് വോൾട്ടേജ് ലെവൽ, വോൾട്ടേജ് അറ്റ് ഫിക്സഡ് കറന്റ് ലെവൽ, ഫ്രീക്വൻസി അറ്റ് ഫിക്സഡ് പവർ ലെവൽ, വോൾട്ടേജ് ആൻഡ് കറന്റ് അറ്റ് ഫിക്സഡ് പവർ ലെവൽ. ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? ബി ആയിരിക്കും. കാരണം എന്താണ് ഓപ്ഷൻ ഡി ആണ്. കാരണം എന്താണ്, വോൾട്ടേജ് ആൻഡ് കറന്റ് അറ്റ് ഫിക്സഡ് പവർ ലെവൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. കാരണം കോൺസ്റ്റന്റ് പവർ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ട്രാൻസ്ഫോമറിന്റെ കേസിൽ പറഞ്ഞു വോൾട്ടേജിലും കറന്റും എന്താണ് ഫിക്സഡ് പവർ ലെവലിൽ വരുന്ന കേസിലാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ നടക്കുന്നത്. ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വോൾട്ടേജും കറന്റും അറ്റ് ഫിക്സഡ് പവർ ലെവൽ, വോൾട്ടേജിലും കറന്റിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അവിടെ എന്തായിരിക്കും ഒരു ഫിക്സഡ് പവർ ലെവൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡിഫറൻസ് വരുന്നത്. EMF equation of transformer 2.22 F N phi m, 4.44 phi square F square N phi m, 4.44 F N square phi m, none of these. ഏതാ ആൻസർ വരുന്നത്? ഏതാ വരാ? ഡി ആണ് അല്ലെ. കാരണം എന്താണ്, ഇതിലൊന്നും EMF equation of transformer അല്ല, 2.22 അല്ല, അത് ഉറപ്പായിട്ടും അല്ല. കാരണം 4.44 നമ്മൾ ആൻസർ തുടങ്ങുന്നതെന്ന് അറിയാം. പിന്നെ എഫ് സ്ക്വയർ എന്ന വാല്യൂ വരുന്നില്ല, എൻ സ്ക്വയർ എന്ന വാല്യൂ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആദ്യത്തെ ഓപ്ഷൻ 2.22 വരുന്നുണ്ട്. 2.22 അല്ല നമ്മൾ EMF equation പഠിക്കുന്നത് അല്ലെ. പിന്നെ അടുത്ത രണ്ട് ഓപ്ഷനിലും 4.44 ആണ് വരുന്നത്. അവിടെ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു 4.44 എന്ന് പറയുന്ന വാല്യൂവിന്റെ കാരണം ഞാൻ പറയാമത് ആ ഒരു പിന്നെ അടുത്ത ഇതിൽ എന്തുണ്ട്, എഫ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു വാല്യൂ വരുന്നുണ്ട്. എഫ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സാധാരണ പഠിക്കുന്നത് എഡി കറന്റ് ലോസ് ഒക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഹിസ്റ്ററിക് ലോസ് ഒക്കെ പറയുന്ന സമയത്ത് എഡി കറന്റ് ലോസ് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എഫ് സ്ക്വയർ എന്ന വാല്യൂ പറയുന്നത്. അതും നമ്മൾ EMF equationന്റെ കേസിൽ പറയുന്നില്ല. പിന്നെ ലോസ് നമുക്ക് ഇതിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ലോസ് നമ്മൾ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. ലോസ് ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് മാത്രം നോക്കിയാൽ മതി. ഇനി ആ ഒരു എഫ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ഇല്ല, പിന്നെ എൻ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് എന്തില്ല, ഈ ഒരു 3 ഓപ്ഷനും വരുന്നില്ല. നൺ ഓഫ് ദീസ് എന്നാണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അതിൽ ആദ്യം നോക്കേണ്ടത് EMF equation ഓഫ് ട്രാൻസ്ഫോമറിനെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു EMF equation, ഒരു ട്രാൻസ്ഫോമറിന്റെ EMF equation പറയുന്ന സമയത്ത് അത് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് നോക്കാം. EMF equation പറയുന്ന സമയത്ത് മാക്സിമം ഫ്ലക്സ് ഓഫ് കോർ, നമുക്ക് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാം, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു EMF equation, ട്രാൻസ്ഫോമറിന്റെ EMF equation. മാക്സിമം ഫ്ലക്സ് ഓഫ് കോർ φm എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, സപ്ലൈ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു.
നമ്പർ ഓഫ് ടേൺസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ടേൺസ് n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് ആണ്. ആ നമ്പർ ഓഫ് ടേൺസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5m f n. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫ്ലക്സ്. മാക്സിമം ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ഒരു പ്രൈമറി സൈഡിൽ ഉണ്ടാവുന്ന ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിന്റെ ഫ്ലക്സിന്റെ മാക്സിമം ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ എന്താണ്, എത്ര ടേംസ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ടേംസ് ആണ് അത് ഉള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആ ഒരു ഒന്ന് മാഗ്നറ്റിക് എത്രയാണ് മാക്സിമം ഫ്ലക്സ് എന്നുള്ളതും അത് ഒരു വൈൻഡിങ്ങിലുള്ളത് അങ്ങനെ എത്ര ടേൺസ് ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരും. അതേപോലെ തന്നെ കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസി എന്താണ്, സപ്ലൈ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് മാഗ്നറ്റിസത്തിന് മാറ്റം വരുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യാണ്, സപ്ലൈ ഫ്രീക്വൻസിക്ക് അനുസരിച്ചും അവിടെ മാറ്റം വരും. അപ്പൊ യൂണിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സും സപ്ലൈ ഫ്രീക്വൻസിയും നമ്പർ ഓഫ് ടേൺസും ആണ്. ഇനി EMF ഇക്വേഷൻ നോക്കുമ്പോൾ EMF ഇക്വേഷൻ നമുക്കറിയാം, ഈ ആവറേജ് ഈസ് ഈക്വൽ ടു 4φm. 4φm എന്ന് പറയാൻ കാരണം, 4 എന്ന് പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, 4 എന്ന വാല്യൂ എഴുതാനുള്ള കാരണം എന്താണ്, ഇതേപോലത്തെ ഒരു വേവ് ഫോം ആണ് AC ക്ക് കൊടുക്കുന്നത്. അതേപോലത്തെ ഒരു വേവ് ഫോം കൊടുക്കുമ്പോൾ ഈ ഒരു വേവ് ഫോം വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ് 4 times 0 ആൻഡ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0യും മാക്സിമം വാല്യൂ ആയിട്ട് 4 സമയത്ത് മാറ്റം വരുന്നുണ്ട്. 4 സമയത്ത് മാറ്റം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു ടൈം ഇവിടെ മാറ്റം വരുന്നത്. ഒന്നാമത്തെ ടൈം 0, രണ്ടാമത്തത് മാക്സിമം വാല്യൂ, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു 0, പിന്നെന്താണ് ഒരു മാക്സിമം വാല്യൂ. അങ്ങനെ 4 ടൈംസ് മാറ്റം വരുന്നതുകൊണ്ടാണ് ഇവിടെ 4 എന്ന വാല്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇംപ്ലിക്കേഷൻ പഠിച്ചിരിക്കുന്നത് 4.44 എന്നുള്ളത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും ആ ഒരു 4 എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്താ 4φm Fn എന്ന് എടുക്കാം. അത് ഈ ആവറേജ് വാല്യൂ ആണ്. അപ്പൊ നമ്മൾ AC ഫണ്ടമെന്റൽസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ ആവറേജ് വാല്യൂ. അതുപോലെ തന്നെ ഫോം ഫാക്ടർ എന്ന് പറയുന്ന ടൈം പഠിച്ചിട്ടുണ്ടാവും. ഫോം ഫാക്ടർ ഇസ് ഈക്വൽ ടു 1.11. AC സൈൻ വേവ് ആണെങ്കിൽ അതിന്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്, 1.11 ആണ് അല്ലെ. ആ ഫോം ഫാക്ടർ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്, RMS ഡിവൈഡഡ് ബൈ ആവറേജ് ആണ്. RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആവറേജ് വാല്യൂ ഇൻറ്റു 1.11 ആയിരിക്കും. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 4φm Fn ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 4.44 φm Fn. അപ്പൊ ഇത് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുന്ന സമയത്ത് എന്ത് പഠിച്ചു വെക്കണം, ഈ 4.44 എന്ന വാല്യൂ നമുക്ക് ഇതിന് കിട്ടും. ഈ ഒരു 4 എന്നുള്ള വാല്യൂ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ 4.44 കിട്ടും. പിന്നെന്താണ്, φm മാക്സിമം ഫ്ലക്സ് വരണം, പിന്നെ ഫ്രീക്വൻസി വരണം, അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസും വരണം. ഇത് മൂന്നും ഡിപ്പെൻഡ് ചെയ്യുന്ന കേസുമാണ്. അതുകൊണ്ട് ആ മൂന്നും കൂടി വന്നു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഒരു ട്രാൻസ്ഫോമറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. E is equal to 4.44 φm Fn എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി അടുത്തത് ഈ ഒരു EMF ഇക്വേഷനിൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ ആണ്. ആ റേഷ്യോ നമ്മൾ ഒന്നുകൂടി പറയുന്നുണ്ട്. എന്നാൽ ജസ്റ്റ് ഇവിടെ നോക്കാം. ES/EC EP equal to NS/NP എന്ന് പറയുന്ന ഇക്വേഷൻ. ആ ഒന്നുകൂടി നമുക്ക് റേഷ്യോ നോക്കുന്ന സമയത്ത് പറയാം. അവിടെ അടുത്തത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് എ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിന്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് E2/E1 is equal to N2/N1, E1/E2 is equal to N2/N1, E2/E1 is equal to I2/I1, E1/E2 is equal to I1/I2. ഏതാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വരുന്നത്? ഫസ്റ്റത്തെ A ആണ് അല്ലെ. E2/E1 is equal to N2/N1. കറന്റ് കൂടി വരികയാണെങ്കിലോ E2/E1 is equal to I1/I2. അതെ, I1 ഡിവൈഡ് ബൈ I2 എന്നും കൂടി വരും. കറന്റ് എന്താന്ന് വരിക, നേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കറന്റ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ് കറന്റ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് കറന്റിന്റെ കേസ് എന്തുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്നു. ഞങ്ങളോട് ഒന്നുകൂടി പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എന്തൊക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത്? പ്രൈമറി ടേൺസും സെക്കൻഡറി ടേൺസും പ്രൈമറി ടേൺസും തമ്മിലുള്ള റേഷ്യോ, അല്ലെങ്കിൽ പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അല്ലെങ്കിൽ പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജും സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും പ്രൈമറിയിൽ ഉള്ള വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ. അത് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K എന്ന് പറയുന്നത്. K is equal to ES/EP is equal to NS/NP എന്ന് പറയാം. സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡ് ബൈ പ്രൈമറി EMF. അതുപോലെ തന്നെ NS എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി ടേൺസ് ഡിവൈഡ് ബൈ പ്രൈമറി ടേൺസ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പറയാം ഈ ഒരു പവർ ഈക്വൽ ആവുന്നതുകൊണ്ടാണ്, പ്രൈമറിയിലുള്ള പവറും സെക്കൻഡറിയിലുള്ള പവറും കോൺസ്റ്റന്റ് ആവുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയിൽ കറന്റിന് ഈ ഒരു ഡിഫറെന്റ് ഇക്വേഷൻ വരുന്നത്. K is equal to ES/EP is equal to NS/NP is equal to IP/IS എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 1ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ E2/E1 is equal to N2/N1 is equal to എന്താണ്,
I1/I2 എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കേസ് ഓർത്ത് വെക്കുക. രണ്ട് കേസിലും എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. അത് പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്, 1 ഉം 2 എടുത്തിട്ട് വരാറുണ്ട്. അപ്പൊ സെക്കൻഡറി ആണ് സെക്കൻഡ് സൈഡ് ആയിട്ട് എടുക്കുന്നത്, അവിടെ 2 എന്ന് എടുക്കുന്നത്. അവിടെ E2/E1 is equal to N2/N1 is equal to I1/I2 എന്ന് കിട്ടുന്നു അല്ലെ. അതാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ഇമ്പിഡൻസ് റേഷ്യോ എന്ന് പറയുന്നത് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. എന്താണ് ഇമ്പിഡൻസ് റേഷ്യോ എന്ന് പറയുന്നത്? ഇമ്പിഡൻസ് റേഷ്യോ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോന്റെ കൂടെ തന്നെ വരുന്നതാണ് ഇമ്പിഡൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അത് ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസിന്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പിഡൻസ് റേഷ്യോ പറയുന്നത്. ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്ങിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ഇമ്പിഡൻസ് റേഷ്യോ എന്നുള്ളത്, അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് രണ്ട് സൈഡിലും എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇമ്പിഡൻസ് റേഷ്യോ വെച്ചിട്ട് പറയുന്നത്. അപ്പോ K is equal to ES/EP is equal to NS/NP IP/IS നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇമ്പിഡൻസ് റേഷ്യോ വരുന്ന സമയത്ത് √ZS ഡിവൈഡ് ബൈ ZP എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഒരു AC സർക്യൂട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പിഡൻസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താ വരുന്നത്, ആ ഒരു ZS എന്ന് പറയുന്നത് സെക്കൻഡറി ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ പ്രൈമറി ഇമ്പിഡൻസ്, √സെക്കൻഡറി ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ പ്രൈമറി ഇമ്പിഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഇമ്പിഡൻസ് റേഷ്യോ ആയിട്ട് വരുന്നത്. ഒരു ട്രാൻസ്ഫോമറിന്റെ ഇമ്പിഡൻസ് റേഷ്യോ വരുന്നത് √സെക്കൻഡറി ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ പ്രൈമറി ഇമ്പിഡൻസ് ആയിരിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈമറി ആംപിയർ ടേൺസ് I1N1 ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ് ചോദ്യം. പ്രൈമറി ആംപിയർ ടേൺസ് I1N1 ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഈക്വൽ ടു I1N1 തന്നെ കൊടുത്തിട്ടുണ്ട്, I2N2 I2N1 നൺ ഓഫ് ദീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ പ്രൈമറി ആംപിയർ ടേൺസ് എന്ന് പറയുന്നത്? I1N1 ആണെങ്കിൽ അതിന്റെ സെക്കൻഡറി എന്താവും വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സെക്കൻഡറിയിൽ എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ അതിന്റെ ഈക്വൽ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? D I2N2 അല്ലെ. കാരണം എന്താണ്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം I1/I2 ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, I1/I2 ഈസ് ഈക്വൽ ടു N2/N1 ആണ് അല്ലെ. N2/N1 ആണ്. എങ്ങനെ I1/I2 ആണ് വരുന്നത്, അവിടെ N2/N1 വരുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് ഒന്ന് ഈക്വേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈക്വേറ്റ് ചെയ്യുന്ന സമയത്ത് I1N1 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നു, I2N2 എന്ന് കിട്ടുന്നു, I2N2 എന്ന് കിട്ടുന്നു. ഇനി ഇതേപോലെ വോൾട്ടേജ് വരികയാണെങ്കിൽ, വോൾട്ടേജിന്റെ കേസിൽ ഇതേപോലെ തന്നെ വോൾട്ടേജിന്റെ കേസ് കൂടി നമുക്ക് എന്ത് എഴുതാം, E2 ഡിവൈഡ് ബൈ E1 എന്നാ വരുന്നത്, E2 ഡിവൈഡ് ബൈ E1 എന്നാ വരുന്നത്. അത് വോൾട്ടേജിന്റെ കേസിൽ കറന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ I1 E1 എന്നും I2 E2 എന്നും കിട്ടും. എന്നാൽ നമ്മളെ ഇതായിട്ട് ടേൺസുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ N1 E2 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. N1 E2 അത് ആ ഒരു ടേം അങ്ങനെ ആ ഒരു ഇക്വേഷൻ നമ്മൾ വരുമ്പോൾ അങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കുക. N1 E2 ഈസ് ഈക്വൽ ടു N2 E1 എന്നാണ് കിട്ടുന്നതായിരിക്കുക. N2 E1 എന്നാണ് കിട്ടുന്നതായിരിക്കുക. ഇതാണ് നമ്മൾ വോൾട്ടേജും ടേൺസും തമ്മിലുള്ള ഇതിൽ വരുന്ന ആ ഒരു വോൾട്ടേജും ടേൺസും തമ്മിൽ വരുന്നത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംബിയർ ടേൺസ് വരുന്നത്. ആംബിയറും ടേൺസും കറന്റും ടേൺസും തമ്മിൽ വരുന്നത്. ആംബിയർ ടേൺസ് വരുന്നത്, ഇത് വോൾട്ടേജ് ടേൺസ് വരുന്നത്. അപ്പൊ വോൾട്ടേജ് ടേൺസ് വരുന്നത് ഈ N1 E2 എന്നുള്ളതും അതേപോലെ തന്നെ N2 E1 ആയിരിക്കും. ആംബിയർ ടേൺസ് വരുന്നത് I1N1 ഈസ് ഈക്വൽ ടു I2N1 ആയിരിക്കും വരുന്നത്. I1N1 ഈസ് ഈക്വൽ ടു I2N1 ആയിരിക്കും ആംബിയർ ടേൺസിന്റെ കേസിൽ വരുന്നത്. ആംബിയർ ടേൺസിന്റെ കേസിൽ വരുന്നത്. ഇനി വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ primary and secondary currents of a transformer? That is the relationship between primary and secondary currents of a transformer. Comparison of primary voltage and secondary voltage. Comparison of primary voltage and secondary voltage. Comparison of primary and secondary ampere turns. Comparison of primary supply and secondary supply frequency. Primary supply frequency and secondary supply frequency. അതുപോലെ തന്നെ കമ്പാരിസൺ ഓഫ് ഇൻപുട്ട് പവർ ആൻഡ് ഔട്ട്പുട്ട് പവർ. ഇതിന് ചോദിച്ചിട്ടുള്ളത് പ്രൈമറി സെക്കൻഡറിയിലെ കറന്റിനെ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് റിലേഷൻഷിപ്പ് വരുന്നത്? കമ്പാരിസൺ ഓഫ് പ്രൈമറി, അങ്ങനെ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണോ? ഒന്നുകൂടി നോക്കി നോക്കൂ. കമ്പാരിസൺ ഓഫ് പ്രൈമറി വോൾട്ടേജ് ആൻഡ് സെക്കൻഡറി വോൾട്ടേജ് എന്നാണ് ഓപ്ഷൻ എ വരുന്നത് അല്ലെ. കമ്പാരിസൺ ഓഫ് പ്രൈമറി ഓപ്ഷൻ ബി ആണ് കേട്ടോ. പ്രൈമറി സെക്കൻഡറി ആംബിയർ ടേൺസ് ആണ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. പ്രൈമറി സെക്കൻഡറി ആംബിയർ ടേൺസ് ആണ്. അതായത് അവിടെ എന്താ പറഞ്ഞത്, പ്രൈമറിയും സെക്കൻഡറിയും കറന്റിന്റെ റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആംബിയർ ആണ്. അപ്പൊ എന്ത് വരുന്നുണ്ടായിരിക്കാം,
ഒരു പ്രൈമറിയിലുള്ള സെക്കൻഡറിയിലുള്ള ആംബിയർ ടേൺസ് ആണ് എന്ത് ചെയ്യുന്നത്, കമ്പാരിസൺ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആംബിയർ ടേൺസ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ റിലേഷൻഷിപ്പ് ആയിട്ട് വരുന്നുണ്ടാവും. പ്രൈമറി സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് വരുന്നത് അല്ലെ. പ്രൈമറി വോൾട്ടേജ് എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഫ്രീക്വൻസിന്റെ കേസിൽ നമുക്കത് വരുന്നില്ല. പിന്നെ എന്ത് ചെയ്തു, കമ്പാരിസൺ ഇൻപുട്ട് പവറിന്റെ കേസിൽ നമുക്ക് കമ്പാരിസൺ വരുന്നില്ല. അപ്പൊ രണ്ടും ഓപ്ഷൻ സിയും ഡിയും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എയും ബിയും നമുക്ക് ഡൗട്ട് ഉണ്ടാക്കുന്നതാണ്. എ നമുക്ക് പെട്ടെന്ന് ആൻസർ തോന്നുന്നതാണ്, എ ആണ്. നമുക്കത് പെട്ടെന്ന് അതുകൊണ്ട് തന്നെ എ എന്ന ഓപ്ഷൻ കൊടുക്കും നമ്മൾ പെട്ടെന്ന് തെറ്റിപ്പോകാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. നോർത്തേക്ക് കമ്പാരിസൺ പ്രൈമറി ആൻഡ് ആംബിയർ ടേൺസ് ആണ്. കറന്റിന്റെ കേസിൽ വെച്ച് കഴിഞ്ഞാൽ ആംബിയർ ടേൺസ് ആണ് ഇതിന് റിലേഷൻ ആയിട്ട് വരുന്നത്. ദ ട്രാൻസ്ഫോമർ കോർ ഈസ് ലാമിനേറ്റഡ് ടു അവോയ്ഡ് ലോസ് ഓഫ് എനർജി ഡ്യൂ ടു. ട്രാൻസ്ഫോമർ കോർ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. എങ്ങനെ ട്രാൻസ്ഫോമർ എഡി കറന്റ് ആണ് കേട്ടോ. ട്രാൻസ്ഫോമർ കോർ ഈസ് ലാമിനേറ്റഡ് ടു അവോയ്ഡ് ലോസ് ഓഫ് എനർജി ഡ്യൂ ടു എഡി കറന്റ്. കാരണം നമുക്ക് കൺസ്ട്രക്ഷന്റെ കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ളതാണ്. കൺസ്ട്രക്ഷന്റെ കേസിൽ നമുക്ക് പറയുമ്പോൾ എന്താ ചെയ്യാം, ഒരു കൺസ്ട്രക്ഷൻ ബേസ് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട്. കുറച്ച് ലോസ് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ. അപ്പൊ ട്രാൻസ്ഫോമറിന് വരുന്ന മെയിൻ 2 ലോസ് എന്ന് പറയുന്നത് ഒന്ന് കോൺസ്റ്റന്റ് ലോസും അടുത്തത് എന്താണ് കോപ്പർ ലോസും ആണ് വരുന്നത്. ഒന്ന് കോൺസ്റ്റന്റ് ലോസ് അല്ലെങ്കിൽ അയൺ ലോസ്, പിന്നത്തേത് കോപ്പർ ലോസ് ആണ്. അപ്പൊ ഈ അയൺ ലോസിൽ വരുന്ന 2 ലോസ് ആണ് എന്ത്, എഡി കറന്റ് ലോസും അതുപോലെ തന്നെ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത്. എഡി കറന്റ് ലോസും ഹിസ്റ്ററിസിസ് ലോസും. അപ്പൊ ഈ എഡി കറന്റ് ലോസ്, ട്രാൻസ്ഫോമറിന്റെ അയൺ ലോസ് ആയിട്ടുള്ള എഡി കറന്റ് ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമറിന്റെ കോറുകൾ എന്ത് ചെയ്യുന്നത്, ലാമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. ട്രാൻസ്ഫോമറിന്റെ കോറുകൾ ലാമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്, ഈ ഒരു ദ ട്രാൻസ്ഫോമർ കോർ ഈസ് ലാമിനേറ്റഡ് ടു അവോയ്ഡ് ലോസ് ഓഫ് എനർജി ഡ്യൂ ടു എഡി കറന്റ്. എഡി കറന്റ് മൂലം ഉണ്ടാവുന്ന ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമറിന്റെ കോറുകൾ എന്ത് ചെയ്യുന്നത്, ലാമിനേഷൻ ചെയ്യുന്നത്. എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ഹീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, കോപ്പർ ലോസ് പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്ററിസിസ് ലോസ് പറഞ്ഞിട്ടുണ്ട്. ഹീറ്റിംഗ് എന്ന് പറയുന്നതും കോപ്പർ ലോസ് എന്ന് പറയുന്നതും ഏകദേശം ഈക്വൽ ആയിട്ട് വരുന്ന കേസാണ്. ട്രാൻസ്ഫോമറിന്റെ കോപ്പർ ലോസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന ആ ഒരു ലോഡ് എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹീറ്റിനാണ് എന്ത് ചെയ്യുന്നത്, I²R എന്ന് പറയുന്ന ലോസ് ആണ് വരുന്നത്. നമ്മൾ ബേസിക് ഇലക്ട്രിസിറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും. I²R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ്. I²R എന്ന് പറയുന്നത് ഹീറ്റ് ആണ് അല്ലെ, ഹീറ്റ് എനർജി ആണ് അവിടെ ഉണ്ടാവുന്നത്. I²R×T എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഹീറ്റ് എനർജി. അപ്പൊ അത് ഹീറ്റിംഗ്. കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു I²R എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. പിന്നെ എഡി കറന്റ് ലോസും ഹിസ്റ്ററിസിസ് ലോസും എന്താണ്, കോൺസ്റ്റന്റ് ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്ന് പറയാം. കോപ്പർ ലോസ് എന്ന് പറയുന്നത് വേരിയബിൾ ലോസ് ആണ്. കോപ്പർ ലോസ് എന്ന് പറയുന്നത് ലോഡിനനുസരിച്ച് ട്രാൻസ്ഫോമറിന് വരുന്ന ലോസ് ആണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. ലോസ് നമുക്ക് കൂടുതലായിട്ട് പറയുന്നില്ല, ജസ്റ്റ് എന്നാലും ഈ ഒരു പേരുകൾ ഓർത്ത് വയ്ക്കുക. ട്രാൻസ്ഫോമറിന് വരുന്ന 2 ലോസുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ബേസിക് ട്രാൻസ്ഫോമറിന് വരുന്ന 2 ലോസുകൾ എന്ന് പറയുന്നത് ഒന്ന് കോൺസ്റ്റന്റ് ലോസും രണ്ടാമത്തത് കോപ്പർ ലോസ് അല്ലെങ്കിൽ വേരിയബിൾ ലോസും ആണ്. കോൺസ്റ്റന്റ് ലോസിൽ വരുന്ന 2 ലോസുകളാണ് എഡി കറന്റും ഹിസ്റ്ററിസിസും. കോപ്പർ ലോസ് എന്ന് പറയുന്നത് വേരിയബിൾ ലോസ് ആണ്. ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ ലോഡ് എത്ര വരുന്നോ അതിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്ന ലോസ് ആണ് എന്ത് ചെയ്യുന്നത്, കോപ്പർ ലോസ്. എങ്ങനെ വേരി ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോഡിനനുസരിച്ച് ട്രാൻസ്ഫോമറിന്റെ കറന്റ് ചേഞ്ച് ഉണ്ടാവുന്നു. ഈ കറന്റ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ I²R എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സൈഡിലുള്ള വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് മൂലം എന്ത് ചെയ്യുന്നു, ലോസിൽ ചേഞ്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു സംശയമുണ്ട് സാറേ. പറയും. ഓക്കെ, അപ്പൊ ഈ സാറേ അയൺ ലോസ് കോൺസ്റ്റന്റ് ലോസ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ അയൺ ലോസ് വേറെ വേരിയബിൾ ലോസ്, അയൺ ലോസ് വേരിയബിൾ ആണോ? സോറി അയൺ ലോസ് കോൺസ്റ്റന്റ് ലോസ് ആണ്. ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ നമ്മൾ സർക്യൂട്ടില്. എഡി കറന്റ് ലോസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് വെച്ചിട്ടാണ് ഇക്വേഷൻ, എഫിന്റെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇക്വേഷൻ പറയുന്നത്. അതായത് എഡി കറന്റ് ലോസ് ചെയ്യുന്നത് എന്താണ്, എഫും കൂടി റിലേറ്റ് ചെയ്തിട്ടാണ് എഡി കറന്റ് ലോസ് പറയുക, അല്ലെങ്കിൽ എഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എഡി കറന്റ് ലോസ് വരുന്നത്. നമ്മൾ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, എഡി കറന്റ് ലോസ് മാറും. എഡി കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്താ എഡി കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന, അതിപ്പോ നമ്മളിപ്പോ ഇതേപോലത്തെ ഒരു മാഗ്നറ്റിക് കോർ എടുക്കുകയാണെങ്കിൽ ഈ മാഗ്നറ്റിക് കോറിൽ ഒരു വൈൻഡിങ് ഉണ്ടാവില്ല. ഇവിടെ ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ടായിരിക്കും, സെക്കൻഡറി വൈൻഡിങ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു കോറിൽ ഉണ്ടാവുന്ന EMF-നെയാണ് എന്ത് ചെയ്യുന്നത്, എഡി കറന്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കോറിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതെങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോറിൽ നമ്മളിപ്പോ പറഞ്ഞല്ലോ ലാമിനേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നിച്ചൊരു വലിയ അയൺ പീസ് എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ അറിയാം ഒന്നിച്ചൊരു വലിയ പീസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തായിരിക്കും, വലിയൊരു പീസ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. കാരണം കുറെ പീസ് ഒന്നിച്ച് അടുക്കി വെച്ചിട്ട് അവിടെ അത്രയും പീസിൽ എന്ത് ചെയ്യാണ്, കറന്റ് ഫ്ലോ ഉണ്ടാവുകയാണ്. കറന്റ് ഫ്ലോ ഉണ്ടാവുന്നത് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കറന്റ് ഫ്ലോ നമുക്ക് അവിടെ ലോസ് ഉണ്ടാവും, കൂടുതലാവാൻ ചാൻസ് ആവും. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എന്ത് ചെയ്യും, അടുക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അപ്പൊ അവിടെ ഒന്നെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സപ്ലൈ ഫ്രീക്വൻസിനെ മാത്രമാണ്. എഡി കറന്റിലെ സപ്ലൈ ഫ്രീക്വൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, എഡി കറന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, സപ്ലൈ ഫ്രീക്വൻസിനെ. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാവുന്ന ഈ ഒരു ലാമിനേറ്റഡ് കോറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലാമിനേറ്റഡ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കോറിന്റെ ആ ഒരു സ്ട്രക്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലാമിനേഷൻ റേറ്റിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫ്രീക്വൻസി നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, നമ്മളൊരു ഫിക്സഡ് ഫ്രീക്വൻസി അല്ല എപ്പോഴും ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നത്, ഒരു 50 ഹെർട്സ് ഫ്രീക്വൻസി അല്ലാന്നുണ്ടെങ്കിൽ 6 ഹെർട്സ് ആണെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയുള്ള സപ്ലൈ അല്ലേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അതെന്തായിരിക്കും എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ലോസ് തന്നെ ആയിരിക്കും. ഇനി എന്തുകൊണ്ടാ തിൻ ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നത്? തിൻ ലാമിനേഷൻസ് ഒക്കെ തന്നെയാണോ, തിന്നായിട്ടുള്ള ലാമിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ലാമിനേഷൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എഡി കറന്റ് ഉദ്ദേശിച്ചാൽ തിന്നായിട്ടുള്ള ഉപയോഗിക്കാനുള്ള കാരണം ഇതാണ്. ഒന്നിച്ച് ഒരൊറ്റ പീസ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഉള്ളിലുള്ള ആ ഒരു നമ്മളിപ്പോ ഇതിൽ എങ്ങനെ സർക്യൂട്ട് കണക്ഷൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് നമ്മളിപ്പോ ഒരു അയൺ പീസ്, ഇതേപോലത്തെ ഒരു അയൺ പീസ്, ഒരൊറ്റ അയൺ പീസ് എടുത്തിട്ട് വൈൻഡിങ് ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഒരു അയൺ പീസിലാണ് ശരിക്കും എഡി കറന്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്. അവിടെ ഉണ്ടാവുന്ന ഈ ഒരു പ്രൈമറിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ ഈ അയൺ പീസ് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അയൺ പീസ് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു അയൺ പീസിൽ എന്ത് ചെയ്യാണ്, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ കോപ്പറിൽ ഇവിടെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന അതേപോലെ ഒരു EMF എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു കോറിലും. അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇതായിരിക്കില്ല, അത്രത്തോളം ഉണ്ടായിരിക്കില്ല, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു അയൺ പീസിലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വോൾട്ടേജ് മാത്രമാണ് അവിടെ നിൽക്കുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്ത് ചെയ്യുന്നു, ഇവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു കോറല്ലേ ഉള്ളത്, ഇതേപോലത്തെ കോറ ആവുകൊണ്ട് ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ഇതിൽ ഇങ്ങനെ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് അവിടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവുന്നു. കറന്റ് ഫ്ലോ ഉണ്ടാകുമ്പോൾ അതിലെന്ത് ചെയ്യുന്നു, ഒരു ലോസ് ഉണ്ടാവുന്നു. I²R എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന അതേ ലോസ് ആണ് ശരിക്കും. ഈ ഒരു കോപ്പർ ലോസിനൊക്കെ പറയുമ്പോൾ പോലെ I²R എന്ന് പറയുന്ന ലോസ് തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. ആ എന്ത് ചെയ്യുന്നു, ആ ഒരു അയൺ പീസിലുള്ള റെസിസ്റ്റൻസ് കാരണം. അപ്പൊ ഇതേപോലത്തെ കുറെ ഒരൊറ്റ അയൺ പീസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ ഒരു സ്ട്രക്ചറിന്റെ ലെങ്ത് കൂടുതലായിരിക്കും. സ്ട്രക്ചറിന്റെ ലെങ്ത് കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് കൂടുതലാണ്, അതിലൂടെ ഒഴുകുന്ന കറന്റ് കൂടുതലായിരിക്കും, ഇതെന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന ലോസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് അറിയാലോ, ലെങ്ത് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ലോസ് കൂടുതലായിരിക്കും. എന്നാൽ നമ്മൾ ഓരോ ചെറിയ ചെറിയ പീസ് ആകുമ്പോൾ വെക്കുമ്പോൾ എന്താ ചെയ്യുക, ചെറിയ പീസ് വെക്കുമ്പോൾ ഓരോ പീസിനും ഇടയിൽ ഇൻസുലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വലിയൊരു പീസ് കിടക്കുന്ന മാതിരിയാണോ അല്ലെ കിടക്കുക, ചെറിയ ചെറിയ പീസുകൾ ചെറിയ ചെറിയ കഷ്ണം അല്ല കിടക്കുക. അപ്പൊ അതിന്റെ ലെങ്ത് എന്താണ്, വളരെ കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ലെങ്ത് വളരെ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലുള്ള റെസിസ്റ്റൻസ് വളരെയധികം കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ അവിടെ ഒരു ചെറിയ കറന്റ് ഫ്ലോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യില്ല, ലോസ് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ലാമിനേറ്റഡ്, അതിനാണ് തിൻ ലാമിനേറ്റഡ് ഷീറ്റ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ട്രാൻസ്ഫോമർ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയുണ്ടാവും, ചെറിയ ചെറിയ ഷീറ്റുകൾ അടിച്ചു വെച്ചത്. ട്രാൻസ്ഫോമർ മാത്രമല്ല, എല്ലാ മാഗ്നറ്റിക് കോറും എല്ലാ മെഷീൻസിന്റെയും മാഗ്നറ്റിക് കോർ നിർമ്മിക്കുന്നത് തിൻ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഈ തിൻ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിക്കാനുള്ള കാരണം എഡി കറന്റ് ലോസ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഒന്നിച്ചൊരു പീസ് ഉപയോഗിക്കുന്നതിന് പകരം ഒന്നിച്ചൊരു പീസ് ഉപയോഗിച്ചാൽ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് കൂടുതലാണ്, അത് കുറച്ചിട്ട് ആ റെസിസ്റ്റൻസിന്റെ അളവ് കുറച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെയുള്ള ഇത് കുറയ്ക്കുന്ന എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ തിൻ ലാമിനേറ്റഡ് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ആ ഒരു മെറ്റീരിയലിന്റെ ബേസിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് തിൻ ലാമിനേറ്റഡ് ഷീറ്റ്. ഇനി ഹൈഗ്രേഡ് സിലിക്കൺ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാനുള്ള ഉത്തരം ഹിസ്റ്ററിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈഗ്രേഡ് സിലിക്കൺ സ്റ്റീൽ അല്ലെങ്കിൽ ഹൈഗ്രേഡ് സ്റ്റീൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, ഒരു ട്രാൻസ്ഫോമറിന്റെ കോർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഹൈഗ്രേഡ് സ്റ്റീൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഹിസ്റ്ററിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ലോസ് ആണ്, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു അതിലൂടെ ഉണ്ടാകുന്ന കറന്റ് ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നതോ ആ ഒരു മെറ്റീരിയലിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. അതാണ് രണ്ട് അയൺ ലോസുകൾ എന്ന് പറയുന്നത്, ഒന്ന് എഡി കറന്റ് ലോസും രണ്ടാമത്തെ ഹിസ്റ്ററിസിസ് ലോസും. ക്ലിയർ ആണല്ലോ, ഇത് ക്ലിയർ ആണല്ലോ അല്ലെ പറഞ്ഞത്? ആർക്കും ഓക്കെ. നമുക്ക് അത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് കൺസ്ട്രക്ഷൻ ബേസ് നോക്കുമ്പോൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ പ്രൈമറി വൈൻഡിങ് നമുക്കറിയാം, മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈൻഡിങ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈൻഡിങ് ആണ് പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി വൈൻഡിങ് നമ്മൾ എന്ത് ചെയ്യുന്നു, AC സപ്ലൈയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി വൈൻഡിങ്ങിന് മുന്നേ നമുക്ക് മാഗ്നറ്റിക് കോർ എന്ന് പറയാം. മാഗ്നറ്റിക് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റീൽ ലാമിനേഷൻസ്, ഹൈഗ്രേഡ് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് 0.3 mm മുതൽ 0.5 mm വരെ തിക്നെസ് ഉള്ള, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ട്രാൻസ്ഫോമറിന്റെ കോർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന
ആ ഒരു കോറിന്റെ തിക്നെസ് എത്രയാന്നുള്ളത് 0.3 mm മുതൽ 0.5 mm വരെ തിക്നെസ് ഉള്ള ഷീറ്റുകളാണ് എന്ത് ചെയ്യുന്നത് സാധാരണ യൂസ് ചെയ്യുന്നത്. 0.3 mm മുതൽ 0.5 mm വരെ തിക്നെസ് ഉള്ള ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഷീറ്റുകളിൽ വാർണിഷ് ഇൻസുലേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട് വാർണിഷ് ഇൻസുലേഷൻ കൊടുക്കുന്നത് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നിച്ചൊരു കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വാർണിഷ് ഇൻസുലേഷൻ കൊടുക്കുന്നത്. പിന്നെ ഹൈ ഗ്രേഡ് സിലിക്കൺ സ്റ്റീലുകൾ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് സ്റ്റീലുകളാണ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. ലാമിനേഷൻസ് ആർ ഹീറ്റ് ട്രീറ്റഡ് ആൻഡ് പ്രൊഡ്യൂസ് ഹൈ പെർമിയബിലിറ്റി ആൻഡ് ലോ ഹിസ്റ്ററിസ് ലോസ്. ലാമിനേഷൻസ് എല്ലാം എന്തായിരിക്കും ഹീറ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റഡ് ആയിരിക്കും, ഹൈ പെർമിയബിലിറ്റി കാണിക്കുന്നു, അതുപോലെ തന്നെ ലോ ഹിസ്റ്ററിസ് ലോസും കാണിക്കുന്നു. ഹൈ പെർമിയബിലിറ്റി 90 പാർട്ട് ആ ഒരു 90 പാർട്ടിന് വേണ്ടിയിട്ടാണ് ഹൈ പെർമിയബിലിറ്റി കാണിക്കുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു ലോ ഹിസ്റ്ററിസ് ലോസും കാണിക്കുന്നു. എഡി കറന്റ് ലോസ് ഇസ് മിനിമൈസ്ഡ് ബൈ ലാമിനേറ്റിംഗ് ദ കോർ. എഡി കറന്റ് ലോസ് ഇസ് മിനിമൈസ്ഡ് ബൈ ലാമിനേറ്റിംഗ് കോർ. ആ ലാമിനേറ്റിംഗ് കോറിന്റെ കാര്യത്തിൽ ഒന്നുകൂടി വരാം. ചെറിയ പീസുകളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ചെറിയ ലാമിനേഷൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ ചെറിയ തിക്നെസ് കുറഞ്ഞ ലാമിനേഷൻ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഉപയോഗിച്ചിട്ടാണ് കോർ നിർമ്മിക്കുന്നത്. എഡി കറന്റ് ലോസിന് വേണ്ടിയിട്ടാണ്. ലാമിനേഷൻസ് ബീങ് ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ലൈറ്റ് കോട്ട് ഓഫ് വാർണിഷ്. ലൈറ്റ് കോട്ട് ഓഫ് വാർണിഷ് ഉപയോഗിച്ചിട്ട്, അതായത് ഓരോ ഷീറ്റിനും ഇടയിൽ എന്ത് ചെയ്യുന്നതായിരിക്കും ഇൻസുലേഷൻസ് കൊടുക്കുന്നുണ്ട്. ഓരോ ഷീറ്റിനും ഇടയിലും, അതായത് ഓരോ ഷീറ്റുകളും എന്തായിരിക്കും ഒരു ലൈറ്റ് കോട്ട് ഓഫ് വാർണിഷ് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഷീറ്റുകളാണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക ഇതിന്റെ കോർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. കോർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ഇനി ഇപ്പൊ ഇത്രയാണ് ശരിക്കും കോറിന്റെ കേസിൽ വരുന്നത്. കോറിന്റെ കേസിലാണ് നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ലോസിന്റെ കേസിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു എന്ന കേസിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഹൈ ഗ്രേഡ് സിലിക്കൺ സ്റ്റീൽ എന്ന മെറ്റീരിയൽ, ഹൈ ഗ്രേഡ് സിലിക്കൺ സ്റ്റീൽ എന്നല്ലെങ്കിലും സിലിക്കൺ സ്റ്റീൽ എന്ന മെറ്റീരിയൽ നമുക്ക് എവിടെയും കാണുകയാണെങ്കിൽ അത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതാണ് ആൻസർ വരുന്നത്. പിന്നെ അതിന്റെ തിക്നെസ് ഒരു വട്ടം 1-2 തവണ ചോദിച്ചിട്ടുള്ളതാണ്. തിക്നെസ് എന്ന് പറയുന്നത് 0.3 മുതൽ 0.5 mm വരെ തിക്നെസ് ഉള്ളതാണ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. പിന്നെ ലോ റിലക്റ്റൻസ് ആയിരിക്കണം മെറ്റീരിയൽ, ലോ റിലക്റ്റൻസ് ആയിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണം ഹൈ പെർമിയബിലിറ്റി കാണിക്കുന്നതായിരിക്കണം, ലോ ഹിസ്റ്ററിസിസ് ലോസ് കാണിക്കുന്നതായിരിക്കണം എന്ത് ചെയ്യുന്നത് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത്. ഇനി നമുക്ക് സെക്കൻഡറി വൈൻഡിങ് പറയാം. സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് കോറിലൂടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് വന്നിട്ട് കട്ട് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത് സെക്കൻഡറി വൈൻഡിങ്ങുകൾ എന്ന് പറയുന്നത്. വിൽ ലിങ്ക് ദ സെക്കൻഡറി വൈൻഡിങ്. സെക്കൻഡറി വൈൻഡിങ്ങിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് വരുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്തിട്ട് സെക്കൻഡറി വൈൻഡിങ് എന്ത് ചെയ്യുന്നു. ഇങ്ങനെ ഈ വൈൻഡിങ്ങിന്റെ കേസ് നോക്കുകയാണെങ്കിൽ വൈൻഡിങ്ങും വാർണിഷ് ഇൻസുലേറ്റഡ് വൈൻഡിങ്സ് ആയിരിക്കും കേട്ടോ. പ്രൈമറി വൈൻഡിങ് ആണെങ്കിലും സെക്കൻഡറി വൈൻഡിങ് ആണെങ്കിൽ എന്തായിരിക്കും വാർണിഷ് ഇൻസുലേറ്റഡ് വൈൻഡിങ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് പ്രൈമറി സപ്ലൈ കൊടുക്കുന്നത്, അതായത് ഇൻപുട്ട് ആയിട്ടും സെക്കൻഡറി വൈൻഡിങ് ഔട്ട്പുട്ട് ആയിട്ടും ലോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് സെക്കൻഡറി വൈൻഡിങ് ആയിരിക്കും. ഇത് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ട്രാൻസ്ഫോമർ കോർ ഈസ് ലാമിനേറ്റഡ് ഡ്യൂ ടു റെഡ്യൂസ് ദ എഡി കറന്റ് ലോസ്. റെഡ്യൂസ് ദ എഡി കറന്റ് ലോസ്. അവിടെ കോപ്പർ ലോസ്, കോർ ലോസ്, നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോർ ലോസ് എന്ന് പറയുന്നത് അയൺ ലോസിന് തന്നെ പറയുന്ന പേരാണ് കോർ ലോസ് എന്ന് പറയുന്നത്. കോർ ലോസിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ, എന്താണ് എഡി കറന്റ് ലോസും പറയാം, ഹിസ്റ്ററിസ് ലോസും പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ കോർ ലോസ് എഴുതരുത്. കാരണം കോർ ലോസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് രണ്ടും വരുന്നുണ്ട്. എഡി കറന്റ് വരുന്നുണ്ട്, ഹിസ്റ്ററിസിസും വരുന്നുണ്ട്. അപ്പൊ ഹിസ്റ്ററിസിസ് വരുമ്പോൾ എന്ത് ചെയ്യണേ അവിടെ നമ്മൾ ആ ഒരു ഹൈ ഗ്രേഡ് ഉള്ള സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഈ ഒരു കോർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ഒരു റെഡ്യൂസ് എഡി കറന്റ് ലോസ് എന്നുള്ള ഓപ്ഷൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, റെഡ്യൂസ് എഡി കറന്റ് ലോസ് എന്ന ഓപ്ഷൻ അവിടെ ഇല്ല, റെഡ്യൂസ് കോപ്പർ ലോസ്, റെഡ്യൂസ് കോർ ലോസ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്, അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ നമ്മൾ അവിടെ എഴുതേണ്ട ആൻസർ ഏതാണ്? കോർ ലോസ് ആണ്. എന്താണ് കോർ ലോസ് എന്ന് പറയുമ്പോൾ രണ്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണ് കോർ ലോസിൽ ഏതെങ്കിലും ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കോർ ലോസ് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അപ്പൊ എഡി കറന്റ് ലോസ് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ലാമിനേഷൻ കൊണ്ട് കുറയ്ക്കാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം കോർ ലോസ് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. അപ്പൊ അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അതായത് എഡി കറന്റ് ലോസ് എന്ന് എടുത്ത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതണം? ഈ കോർ ലോസ് എന്ന ആൻസർ ആണ് എഴുതേണ്ടത്. എഡി കറന്റ് ലോസ് എന്ന് അതിൽ എടുത്ത് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോർ ലോസ് എഴുതി കഴിഞ്ഞാൽ ഏതാണ് ഈ ക്വസ്റ്റ്യനിൽ ബോത്ത് ബി ആൻഡ് സി എവിടെ വരുന്ന ഓപ്ഷൻ ബോത്ത് ബി ആൻഡ് സി വന്നാലോ? ഏത് ഓപ്ഷൻ എവിടെയാണ് ഇതിൽ ബോത്ത് ബി ആൻഡ് സി? ബോത്ത് ബി ആൻഡ് സി വന്നാലോ? ഓപ്ഷൻ ഡി ആയിട്ട് ബോത്ത് ബി ആൻഡ് സി വന്നാലോ? ബോത്ത് ബി ആൻഡ് സി വന്നു കഴിഞ്ഞാല്, ബോത്ത് ബി ആൻഡ് സി വന്നു കഴിഞ്ഞാൽ നമുക്ക് കോർ ലോസിന്റെ കേസിൽ രണ്ടും കൂടി വരുന്നല്ലേ. അപ്പൊ നമുക്ക് എഡി കറന്റ് ലോസ് എടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കോർ ലോസിന്റെ കേസ് നമ്മൾ അവിടെ നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? കോർ ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എഡി കറന്റ് ലോസ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എഡി കറന്റ് ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ കോർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് നോക്കേണ്ട ആവശ്യമില്ല. എഡി കറന്റ് ലോസ് മാത്രം എന്ത് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ഓപ്ഷനും നമുക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. PSCക്ക് വന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഇതേപോലത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളതാണ്.
ഈ കോർ ലോസും എഡി കറന്റ് ലോസും കൂടി വെച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതിന് ഓപ്ഷൻ ആൻസർ വന്നിരുന്നത് എഡി കറന്റ് ലോസ് തന്നെയായിരുന്നു. കാരണം ട്രാൻസ്ഫോമർ കോർ ലാമിനേഷൻ ചെയ്യുന്നത് എഡി കറന്റ് ലോസ് മാത്രം അല്ലെങ്കിൽ എഡി കറന്റ് ലോസിനാണ്. അപ്പൊ അതുകൊണ്ട് കോർ ലോസ് എന്ന് പറയുന്നത് മൊത്തമായിട്ട് നമുക്ക് അതിൽ കുറയ്ക്കാൻ പറ്റൂല. പിന്നെ മറ്റുള്ള എന്തുകൊണ്ട് ആൻസർ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡി കറന്റ് ലോസ് കുറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആൻസർ വേറെ ഒന്നും കറക്റ്റ് ഒരു ആൻസർ ഇല്ലല്ലോ ഇതിൽ പക്ഷെ കറക്റ്റ് ആൻസർ ഉണ്ട്. എന്താണ് ന്യൂ ബോത്ത് എ ആൻഡ് ബി ആൻഡ് സി എന്ന് വന്നു കഴിഞ്ഞാലും അതിൽ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ആൻസർ ഉണ്ട്. എഡി കറന്റ് ലോസ് എന്ന് പറയുന്ന കറക്റ്റ് ആൻസർ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എഡി കറന്റ് ലോസ് തന്നെ പറയണം. കാരണം കോർ ലോസ് മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒന്നും കുറയുന്നില്ല. ജസ്റ്റ് വൺ അതിലൊരു ടൈം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ കുറയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എന്താണ് സി തന്നെയാണ് ആൻസർ എഴുതുക. ഇനി ദ കോർ ഓഫ് ട്രാൻസ്ഫോമർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞു സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് മെയ്ഡ് ചെയ്യുന്നത്. സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കാനുള്ള കാരണം ഹൈഗ്രേഡ് സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞത് എന്താണ്, സിലിക്കൺ സ്റ്റീലിൽ നമുക്ക് ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാം എന്നുള്ള കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഹൈഗ്രേഡ് സിലിക്കൺ സ്റ്റീലുകൾ ഇതിൽ ഉപയോഗിക്കുന്നത്, ഹൈഗ്രേഡ് സിലിക്കൺ സ്റ്റീലുകൾ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ നോർമലി കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ദ റേറ്റിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ ഏതിലാണ് പറയുന്നത് KW, KVA, KVA വോൾട്ടേജ്. റേറ്റിംഗ് ഏതിലാ പറയാ ട്രാൻസ്ഫോമറിന്റെ KVA അല്ലെ. നമ്മൾ സാധാരണ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് KVA. എന്തുകൊണ്ട് KVA പറയുന്നു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് KVA പറയുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്തുകൊണ്ടാണ് KVA പറയുന്നത്? ട്രാൻസ്ഫോമർ ലോസ്, അതെ ട്രാൻസ്ഫോമറിന്റെ ലോസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും വോൾട്ടേജിന്റെയും കറന്റിന്റെയും കാര്യത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മളെ കേസിൽ നോക്കുകയാണെങ്കിൽ അയൺ ലോസിന്റെ വോൾട്ടേജുമായിട്ട് ബന്ധം അല്ലെങ്കിൽ വോൾട്ടേജിനെ ഇതാക്കിയിട്ട് എന്ത് ചെയ്യുന്നത് വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത് അയൺ ലോസിന്റെ കാര്യത്തിൽ വരുന്നത്. ആ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആ വോൾട്ടേജിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ സപ്ലൈ ഫ്രീക്വൻസി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അയൺ ലോസ് വരുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു അയൺ ലോസിന്റെ കേസിലും കറന്റ് എന്ന് പറയുന്നത് കോപ്പർ ലോസിന്റെ കേസിൽ വരുന്നു. ഈ രണ്ട് ലോസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു ട്രാൻസ്ഫോമറിന്റെ കേസിൽ വരുന്നുള്ളൂ. അപ്പോൾ വോൾട്ടേജും കറന്റും മാത്രം വരുന്നതുകൊണ്ട് ആ ട്രാൻസ്ഫോമറിന്റെ ലോസ് ശരിക്കും എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു വോൾട്ടേജിനെയും കറന്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ആ ലോസ് മാത്രമല്ല അതിന്റെ വർക്കിംഗ് മൊത്തം വരുന്നത് എന്താണ് ഈ ഒരു വോൾട്ടേജിനെയും കറന്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാം ട്രാൻസ്ഫോമർ റേറ്റിംഗ് KVA പറയാം. ഈ KW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് KVA ഇൻറ്റു കോസ് ഫൈ, അതായത് പവർ ഫാക്ടർ ആണ് വരുന്നത് അല്ലെ. KVA ഇൻറ്റു കോസ് ഫൈ, V ഇൻറ്റു I ഇൻറ്റു കോസ് ഫൈ അല്ലേ വരുന്നത്. കോസ്റ്റീറ്റ എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഈ കോസ്റ്റീറ്റ എന്ന് പറയുന്ന ടൈം എന്താണ് പവർ ഫാക്ടർ ആണ്. പവർ ഫാക്ടർ എന്ന് പറയുന്ന ടൈം എന്ത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പവർ ഫാക്ടർ എന്ത് ചെയ്യുന്നില്ല ലോഡിന്റെ ആ പവർ ഫാക്ടർ എന്ത് ചെയ്യുന്നില്ല നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ലോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ആണ്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോഡിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് ട്രാൻസ്ഫോമറിന്റെ ലോസിനെ ഇൻഡിപെൻഡന്റ് ആണ്. അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം രണ്ട് ലോസിന് വരുന്ന ഒന്ന് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മറ്റൊന്നിനെ കറന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല ഈ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലോസ് ആണ് ഇതാണ് ട്രാൻസ്ഫോമറിൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല ഇവിടെ ഈ ഒരു സാധ്യത വരുന്നില്ല. ഈ എന്ത് ചെയ്യുന്നുള്ളൂ KVA എന്നുള്ളതും അവിടെ നമുക്ക് ഈ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. KW വരുന്നില്ല, KVA മാത്രമേ വരുന്നുള്ളൂ. KW എന്ന് വരണമെങ്കിൽ കോസ് തീറ്റയും കൂടി വരണം. KW വരണമെങ്കിൽ എന്ത് ചെയ്യണം കോസ് തീറ്റയും കൂടി വരണം. അപ്പൊ ഈ രണ്ട് ലോസും കൂടി മാത്രം വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പവർ ഫാക്ടർ ആവുന്നതുകൊണ്ടാണ് KVA എന്ന റേറ്റിംഗിൽ പറയുന്നത്. ഇനി ഐഡിയൽ ട്രാൻസ്ഫോമർ. ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ഈസ് നോ ലോസസ് ആൻഡ് മാഗ്നറ്റിക് ലീക്കേജ്, interleaved primary and secondary winding, a common core for its primary and secondary winding, core of stainless steel and winding of pure cotton metal. ഏതാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ. നോ ലോസസ് ആൻഡ് മാഗ്നറ്റിക് ലീക്കേജ്. നോ ലോസസ് ആൻഡ് മാഗ്നറ്റിക് ലീക്കേജ്. ലോസസോ മാഗ്നറ്റിക് ലീക്കേജുകളോ ഒന്നുമില്ലാതെ, അതായത് നമ്മൾ എന്ത് ചെയ്യാണ് ഇൻപുട്ട് സൈഡിലുള്ള അതേ പവർ ഔട്ട്പുട്ട് സൈഡിലും കിട്ടുന്ന ടൈപ്പ് ട്രാൻസ്ഫോമറുകളെ വിളിക്കുന്ന പേരാണ് എന്ത് ചെയ്യുന്നത് ഐഡിയൽ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഇൻപുട്ട് സൈഡിലുള്ള പവർ അതേപോലെ ഔട്ട്പുട്ട് സൈഡിലും കിട്ടുന്ന ടൈപ്പ് ട്രാൻസ്ഫോമറുകളെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഐഡിയൽ ട്രാൻസ്ഫോമേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അതിന് 100% എഫിഷ്യൻസി ആയിരിക്കും. അപ്പൊ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും ഈക്വൽ ആവുന്നതുകൊണ്ട് ഐഡിയൽ ട്രാൻസ്ഫോമറിന് എന്തായിരിക്കും 100% എഫിഷ്യൻസി ആയിരിക്കും. 100% എഫിഷ്യൻസി ആയിരിക്കും. ദ ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വലന്റ് ടു ദ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ എന്തായിരിക്കും ഇൻപുട്ട് പവറിന് ഈക്വൽ ആയിരിക്കും. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഇൻപുട്ട് പവറിന് ഈക്വൽ ആയിരിക്കും. അതാണ് ശരിക്കും ഒരു ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി വോൾട്ടേജ് E1 V1 and secondary voltage E2 V2 in the ideal transformer? What is the relationship between primary voltage E1 V1 and secondary voltage E2 V2 in a ideal transformer എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ E1 ഉം V1 ഉം പ്രൈമറി വോൾട്ടേജ്, പ്രൈമറി വരുന്ന ഇൻഡ്യൂസ്ഡ് EMF E1 ഉം അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് എന്ത്, അല്ലെങ്കിൽ പ്രൈമറിയിലുള്ള വോൾട്ടേജ് ആണ് എന്ത് V1 എന്ന് വരുന്നത്. സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത് E2 ഉം V2 ഉം. E2 എന്ന് പറയുന്നത് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും V2 എന്ന് പറയുന്നത് സെക്കൻഡറിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജും. അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഇതിൽ ഏതാ വരിക എന്നുള്ളതാണ്. E1 is equal to V1 and E2 is equal to V2. E1 greater than V1, E2 greater than V2. അടുത്തത് V1 greater than E1, V2 greater than E2, E1 is equal to V2 and E2 is equal to V1. ഏതാ വരുന്നുണ്ടായിരിക്കാം ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസ് ആണെങ്കിൽ? ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് വരിക. കാരണം ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസസ് ഇല്ലാത്ത ട്രാൻസ്ഫോമർ ആണ്. ലോസ് ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു V1 ഉം E1 കേസ് വരുന്നത്. അപ്പൊ V1 ഉം E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് V1 ഉം E1 ഉം ചെറിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല, നമ്മളവിടെ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കോറിന്റെ വൈൻഡിങ്ങിലേക്ക് എത്തുന്നില്ല. കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൈൻഡിങ്ങിൽ ചെറിയൊരു കോപ്പർ ലോസ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ലോസ് കാരണം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു വൈൻഡിങ്ങിലുള്ള കോപ്പർ ലോസ് എങ്ങനെയെന്നാലും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, കോപ്പർ ലോസ് ഉണ്ട്. അപ്പൊ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ട് ഒരു ലോസ് എന്ന് പറയുന്ന വാല്യൂ 0 ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ്. അതുകൊണ്ട് തന്നെ E1 എന്ന് പറയുന്ന വാല്യൂ മൊത്തമായിട്ട്, V1 എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നു, ആ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ E2 എന്ന് പറയുന്നത് സെക്കൻഡറിയിൽ എന്ത് ചെയ്യുന്നു, ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ്. ഈ സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ഉണ്ടായി കഴിഞ്ഞാൽ ആ വോൾട്ടേജ് പുറത്തെത്തുക എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു വൈൻഡിങ്ങിൽ ഒരു വോൾട്ടേജ് ഉണ്ടായി കഴിഞ്ഞാൽ ആ വോൾട്ടേജ് പുറത്തെത്തുന്നതാണ് ഒരു കണ്ടക്ടർ വഴി മൂവ് ചെയ്തിട്ടാണ് പുറത്തെടുക്കുന്നത്. അപ്പൊ പുറത്തെത്തിയിട്ട് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് സൈഡിൽ വരുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, V2 എന്ന് വിളിക്കുന്നത്. V2 എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് സൈഡിൽ സെക്കൻഡറിന്റെ ഔട്ട്പുട്ട് സൈഡിൽ വരുന്ന വോൾട്ടേജ് ആണ് V2 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് E2 ഉം ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് V2 ആണ്. അതായത് ഈ ഒരു വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് E2 ഉം ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് V2 ഉമാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ രണ്ടും ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ ഐഡിയൽ ട്രാൻസ്ഫോമർ ആയിരിക്കണം. അല്ലാത്ത ഒരു കേസിലും എന്തല്ല, E2 is equal to V2 അല്ല. ഏത് കേസിലും എന്ത് ചെയ്യുന്നതായിരിക്കും, മാറ്റം ഉണ്ടായിരിക്കും. നമ്മളിപ്പോ ഈ മോട്ടറുകളൊക്കെ പഠിക്കുമ്പോൾ DC ജനറേറ്ററുകളൊക്കെ പഠിക്കുന്ന സമയത്ത് DC ജനറേറ്ററിന്റെ ആർമേച്ചറുകളിൽ ഉണ്ടാവുന്ന സപ്ലൈ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഔട്ട്പുട്ട് കിട്ടാത്തത്? ആ DC ജനറേറ്ററിന്റെ ആർമേച്ചറിൽ ഉണ്ടാവുന്ന സപ്ലൈ ബാക്കി എല്ലാ ലോസും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, ഔട്ട്പുട്ടിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ ഐഡിയൽ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ ഔട്ട്പുട്ടിൽ ആർമേച്ചറിൽ ഉണ്ടാവുന്ന അതേ സപ്ലൈ നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ടിൽ കിട്ടണം. അത് തന്നെയാണ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ വരുന്നത്. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന അതേ വോൾട്ടേജ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കിട്ടുന്നില്ല. പക്ഷെ നമ്മളത് കാൽക്കുലേഷൻ സമയത്ത് എടുക്കുന്നില്ല, ചെറിയ ലോസ് ആണ്, വളരെ ചെറിയ ലോസ് ആണ് എന്ത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഇതിലുണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത് E2 ഉം V2 ഉം തമ്മിലുള്ള ലോസ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. എപ്പോഴും എന്തായിരിക്കും, ശരിക്ക് നോർമൽ ഒരു ട്രാൻസ്ഫോമർ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, E2 ആയിരിക്കും എപ്പോഴും വലിയ വാല്യൂ എന്ന് പറയുന്നത്. E2 ആയിരിക്കും വലിയ വാല്യൂ എന്ന് പറയുന്നത്. നോർമൽ കേസിന്റെ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ E2 ഗ്രേറ്റർ ദാൻ V2 ആയിരിക്കും. എന്നാൽ ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എന്താണ്, E1 is equal to V1 ഉം E2 is equal to V2 ആണ് കേട്ടോ. E1 is equal to V1 ഉം E2 is equal to V2 ആണ് വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ലോസസ് ഒന്നും ഇല്ലാതെ നേരെ ഔട്ട്പുട്ട് കിട്ടുന്നതുകൊണ്ടാണ്. സ്റ്റെപ്പ് അപ്പ് സാറേ V1 E1 ഹയർ ആയിരിക്കുമോ? V1 ഉം E1 അല്ലെ? നമ്മളെ വൈൻഡിങ് ശരിക്കും E1 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു വൈൻഡിങ്ങിൽ എത്തുന്ന വോൾട്ടേജിനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിൽ ഇപ്പൊ ഇവിടെ പ്രൈമറി വൈൻഡിങ് ഉണ്ടെങ്കിൽ ഈ പ്രൈമറി വൈൻഡിങ്ങിൽ ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് നമ്മളെ സപ്ലൈ വോൾട്ടേജ്, അതിനാണ് നമ്മൾ V1 എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു വൈൻഡിങ്ങിലേക്ക് എത്തുന്ന വോൾട്ടേജ് ഉണ്ടല്ലോ, വൈൻഡിങ്ങിൽ എത്തിയിട്ട് അവിടെ അവിടെ നമുക്ക് എന്താ പറയാ, പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു വോൾട്ടേജ് ഉണ്ടല്ലോ. പ്രൊഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഉണ്ടാവുന്ന ഒരു വോൾട്ടേജ്. ആ ഫ്ലക്സ് ഉണ്ടാവുന്ന വോൾട്ടേജിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, E2 എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെ കൊടുത്താലും ഈ പ്രൊഡക്ഷൻ നടക്കുന്ന മൊത്തമായിട്ടൊരു വോൾട്ടേജ് വെച്ചിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുമോ, ഫ്ലക്സ് ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ് E2 അല്ല കേട്ടോ, E1 ആണ് E1 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മൊത്തമായിട്ട് ആ വോൾട്ടേജ് പ്രൊഡക്ഷൻ നടത്താൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ എങ്ങനെ പോയാലും ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു ലോസ് ഉണ്ടാവുന്നുണ്ട്. ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മൊത്തമായിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുള്ളൂ. ഇത് ശരിക്കും ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറയാത്തൊരു കേസുണ്ട്. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫോമർ അല്ല, ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ഈ പറയുന്ന ലോസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്നതാണ്. നമ്മൾ എവിടെ ഒരു വൈൻഡിങ് ഉപയോഗിക്കുകയാണെങ്കിൽ, എവിടെ ഒരു വയർ ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈ സ്ക്വയർ ലോസ് ഇല്ലാത്ത ഒരു വയറും ഇല്ല, കോപ്പർ ലോസ് ഇല്ലാത്ത
ഒരു വയറോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ എവിടെ വയറിങ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പർ ലോസ് ഉണ്ട്. I²R എന്ന് പറയുന്ന ലോസ് ഉണ്ടാവുന്നുണ്ട്, കറന്റും റെസിസ്റ്റൻസും ഉണ്ടാവുന്നുണ്ട്. അത് വളരെ ചെറിയ വാല്യൂ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത് എന്ന് മാത്രം എല്ലായിടത്തും പറയുന്നു. അപ്പൊ അത് ഈ ഒരു കേസിൽ മാത്രം, ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസ് പറയുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു, ഈ രണ്ട് വാല്യൂ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നു. അല്ലാത്ത കേസിൽ നമ്മൾ ആ വാല്യൂവിനെ നെഗ്ലക്ട് ചെയ്തിട്ട് അത് ഈക്വൽ എന്നുള്ള രീതിയിലേക്ക് എടുത്ത് പറയാണ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ പ്രൈമറി വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രൈമറി ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും പ്രൈമറിയിൽ ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജും നമ്മൾ രണ്ടായിട്ട് പറയുന്നില്ല. ഒരു ക്വസ്റ്റിന്റെ കേസിലും പറയുന്നില്ല. ഐഡിയൽ കേസിന്റെ കേസിൽ ഈ പറയുമ്പോൾ മാത്രം ഇതിൽ V2 എന്ന് പറയാന്ന് മാത്രമേ ഉള്ളൂ. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കൺവേർട്ട് ഡാഷ് ഇൻടു ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന നല്ല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിലുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി സ്റ്റെപ്പ് ഡൗണും ചോദിക്കാം. ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കൺവേർട്ട് ഡാഷ് ഇൻടു ഡാഷ് എന്നാണ്. ഇപ്പൊ ഡാഷ് ഇൻടു ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, അത് ശരിക്കും രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ലോ വോൾട്ടേജ് ടു ലോ കറന്റ്, ഹൈ വോൾട്ടേജ് ടു ഹൈ കറന്റ്. അവിടെ രണ്ട് ഓപ്ഷൻ, അതായത് അതിൽ തന്നെ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ലോ വോൾട്ടേജ് കറന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഹൈ വോൾട്ടേജിനെ ഹൈ കറന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജിനെ ലോ കറന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ലോ വോൾട്ടേജിനെ ഹൈ കറന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഹൈ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് അറ്റ് ഹൈ കറന്റ്, ലോ വോൾട്ടേജ് അറ്റ് ലോ കറന്റ്. അങ്ങനെ നേരെ ഇവിടെ പറഞ്ഞത് മാറ്റണ്ടേ, ലോ വോൾട്ടേജ് അറ്റ് ലോ കറന്റ്, ഹൈ വോൾട്ടേജ് അറ്റ് ഹൈ കറന്റ്, ഹൈ വോൾട്ടേജ് അറ്റ് ലോ കറന്റ്, ലോ വോൾട്ടേജ് അറ്റ് ഹൈ കറന്റ്, ഹൈ വോൾട്ടേജ് അറ്റ് ഹൈ കറന്റ്, ലോ വോൾട്ടേജ് അറ്റ് ലോ കറന്റ്. നാലാമത്തെ ഓപ്ഷൻ എന്താണ്, ലോ വോൾട്ടേജ് അറ്റ് ഹൈ കറന്റ്, ഹൈ വോൾട്ടേജ് അറ്റ് ലോ കറന്റ്. ഏതാ വരിക? ഓപ്ഷൻ അല്ലേ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി അല്ലെ. എന്താണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആവുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ ഉള്ളത്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആവുന്ന സമയത്ത് ലോ വോൾട്ടേജ് സപ്ലൈഡ് ടു ദ പ്രൈമറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിൽ എന്ത് ചെയ്യുന്നു, ലോ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അവിടെ സെക്കൻഡറി വൈൻഡിങ്ങിൽ എന്ത് ചെയ്യുന്നു, ഹൈ വോൾട്ടേജ് കിട്ടുന്നു. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞ ഫസ്റ്റ് കേസ് ലോ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്നു, ഹൈ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. ലോ വോൾട്ടേജ് കൊടുക്കുന്നു, ഹൈ വോൾട്ടേജ് കിട്ടുന്നു. അപ്പൊ അത് ഓക്കെയാണ്. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു കേസിൽ ഇവിടെ ലോ കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ലോ കറന്റ് ആയിരിക്കില്ല അല്ലെ. എന്താണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ നേരെ പിന്നീട് ഓപ്പോസിറ്റ് ആണ് വരുന്നുണ്ടായിരിക്കുക. ലോ വോൾട്ടേജ് ആണെങ്കിൽ പിന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, രണ്ടും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കറന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ കറന്റ് ആയിരിക്കും. ഹൈ വോൾട്ടേജിന്റെ സൈഡിൽ ഉണ്ടാവുന്നത് ലോ കറന്റ് ആയിരിക്കും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ ലോ വോൾട്ടേജ് വരുമ്പോൾ ഹൈ കറന്റും, ഹൈ വോൾട്ടേജ് വരുമ്പോൾ ലോ കറന്റും. അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജും ലോ കറന്റും ആയിരിക്കും. ഹൈ വോൾട്ടേജും ലോ കറന്റും ആയിരിക്കും. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എഴുതുമ്പോൾ അങ്ങനെ തന്നെ കിട്ടാം. ES/EP ഈസ് ഈക്വൽ ടു IP/IS എന്നാണ് കിട്ടുന്നത്. IP/IS ആണ് കിട്ടുന്നത്. അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, അവിടെ സെക്കൻഡറിയിൽ വരുന്ന കറന്റിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് പ്രൈമറി ടേൺസ് ഈസ് കെപ്റ്റ് ലോവർ ദാൻ സെക്കൻഡറി ടേൺസ്. നമുക്കറിയാം സെക്കൻഡറി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ വരും. ഇത് ആ ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ലോ വോൾട്ടേജ് അറ്റ് ഹൈ കറന്റ്, ഹൈ വോൾട്ടേജ് അറ്റ് ലോ കറന്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത് കേട്ടോ. ദ നമ്പർ ഓഫ് പ്രൈമറി ടേൺസ് ഈസ് കെപ്റ്റ് ലോവർ ദാൻ ദ നമ്പർ ഓഫ് സെക്കൻഡറി ടേൺസ്. അത് നമുക്ക് എന്ത് ചെയ്യാണ്, ടേൺസിന്റെ കേസിൽ എങ്ങനെ വരുന്നത്, പ്രൈമറി ടേൺസ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും അല്ലെ. ലോ ആയിരിക്കും. സ്റ്റെപ്പ് അപ്പ് ആണ്, ലോ ആയിരിക്കും. സെക്കൻഡറി ടേൺസ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. വോൾട്ടേജ് പ്രൈമറിയിൽ ലോ ആയിരിക്കും, സെക്കൻഡറിയിൽ ഹൈ ആയിരിക്കും. കറന്റ് പ്രൈമറിയിൽ ഹൈ ആയിരിക്കും, സെക്കൻഡറിയിൽ ലോ ആയിരിക്കും. ഇനി അതൊരു ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ NS ഗ്രേറ്റർ ദാൻ NP ആൻഡ് ES ഗ്രേറ്റർ ദാൻ EP എന്ന് പറയാം. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയുടെ കേസിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 1ൽ കൂടുതലായിരിക്കും. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1ൽ കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ ആണ് വരുന്നുണ്ടായിരിക്കുക. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ 1ൽ കൂടുതലായുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്പൊ ഇനി അടുത്ത കേസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അപ്പൊ നേരെ എങ്ങനെ വരിക, ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കറന്റ് ആണെങ്കിൽ എന്താണ്, ലോ കറന്റിനെ എന്ത് ചെയ്യുന്നു, ഹൈ കറന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ലോ കറന്റിനെ ഹൈ കറന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി പ്രൈമറി ടേൺസും സെക്കൻഡറി ടേൺസും തമ്മിലുള്ള മാറ്റം നോക്കുകയാണെങ്കിൽ പ്രൈമറി ടേൺസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ്, ചെറുതാക്കാണ് ചെയ്യുന്നത്. പ്രൈമറി ടേൺസ് കൂടുതലും ഗ്രേറ്റർ ദാൻ ആൻഡ് സെക്കൻഡറി ടേൺസ് ഇസ് ലെസ് ദാൻ. അല്ലെങ്കിൽ പ്രൈമറി ടേൺസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും.
ആൻഡ് സെക്കൻഡറി ടെൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി എൻ പി ഗ്രേറ്റർ ദാൻ എൻ എസ് ആയിരിക്കും, ഇ പി ഗ്രേറ്റർ ദാൻ ഇ എസ് ആയിരിക്കും. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1ൽ കുറവായിരിക്കും. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1ൽ കുറവായിട്ടാണ് വരുന്നുണ്ടായിരിക്കുക. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ 1ൽ കുറവായിട്ടാണ് വരുന്നുണ്ടാവുക. ഇപ്പൊ രണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് അപ്പ് എങ്ങനെ വരുന്നു, സ്റ്റെപ്പ് ഡൗൺ എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു. സ്റ്റോപ്പ് ചെയ്യാലോ അല്ലെ.